ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ആയാലോ? ആർഭാടങ്ങളൊന്നുമില്ലാതെ, എന്നാൽ രുചിയിലും ഒന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. അങ്ങനത്തെ ഒരു ബിരിയാണി വെക്കാൻ അധികം സമയം കൂടെ വേണ്ടെന്ന് പറഞ്ഞാലോ, പിന്നെ ആരാ ട്രൈ ചെയ്യാത്തല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഭയങ്കര ടേസ്റ്റി ബിരിയാണിയാണ്. എന്നാൽ ഒത്തിരി മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അകത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാം കേട്ടോ. ചെറിയ പീസ് വേണമെന്നുള്ളവർക്ക് ചെറിയ പീസ്, വലിയ പീസ് വേണമെന്നവർക്ക് വലിയ പീസ്. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി, നമ്മുടെ കശ്മീരി മുളക് പൊടിയാണ്. ഇതിനകത്ത് നമ്മൾ ശരിക്കും നമ്മുടെ ആ എരിവുള്ള ചുവന്ന മുളക് പൊടിയില്ലേ, അത് നമ്മൾ ചേർക്കുന്നേ ഇല്ല. അപ്പോൾ ഞാൻ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1-2 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. അപ്പം പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ബിരിയാണിക്കുള്ള എരിവെന്ന് പറയുന്നത് മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് ഇടുമ്പോൾ നമ്മുടെ എരിവ് എത്ര വേണോ അതിനുള്ള പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം ചിക്കൻ ഗ്രേവിയിലേക്കുള്ള മെയിൻ മസാലക്കൂട്ടാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രേവിക്ക് വേണ്ടുന്നുള്ള സവാളയും തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുക്കണേ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാളയും 2 തക്കാളിയാണേ. അപ്പം നമ്മുടെ ചിക്കൻ ഗ്രേവിക്കുള്ള എല്ലാ ഐറ്റവും റെഡി ആയിട്ടുണ്ട്. സവാളയും തക്കാളിയും മസാലയും എല്ലാം റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറ് വേവിക്കാൻ വെക്കാം. അപ്പം ഞാൻ ഇത് റൈസ് കുക്കറിലേക്കാണ് ചോറിടുന്നത് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിൽ ചോറും അത്യാവശ്യം ഹോൾ സ്പൈസസും കൂടി ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ റൈസ് ഫുള്ളായിട്ട് കുക്ക് ചെയ്യരുത്, ഒരു ഹാഫ് കുക്ക്ഡ് പരുവത്തിൽ വേണം നമ്മൾ റൈസ് എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ളായിട്ട് വേകാൻ നിൽക്കേണ്ട, പകുതി വേവലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പം ഇനിയും നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനിയും സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ചിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എന്നിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാളയ്ക്കൊന്ന് വാടാൻ മാത്രമുള്ള. കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഉപ്പ് ചേർക്കുന്നത് സൂക്ഷിച്ച് വേണം, ഒരുപാട് ഉപ്പിടരുത്. അതുകൊണ്ട് തന്നെ സവാളയ്ക്ക് വേണ്ടത് വാടാൻ വേണ്ടി മാത്രമുള്ളൂ, ഒരു ശകല ഉപ്പ് മാത്രമേ അതിനകത്ത് ഞാൻ തൂക്കി കൊടുത്തിട്ടുള്ളൂ. ആ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് തളർന്നു വരുന്ന സമയത്തില്ലേ, നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന മസാലയില്ലേ, ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള മസാല, ആ മസാല ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാല ഇളക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ പച്ചമണം മസാലയുടെ ഒന്ന് മാറിക്കിട്ടണം. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു കുത്തലില്ലേ, അതൊന്ന് മാറിക്കിട്ടുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറുതീയിലിട്ട് ചെയ്താൽ മതി ഇതെല്ലാം കേട്ടോ. തീ ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും, അടി പിടിക്കും. അതുകൊണ്ട് ചെറുതീയിലിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ആ സവോളയിലോട്ടും തക്കാളിയിലോട്ടൊക്കെ പിടിച്ചു. ഇനി നമുക്കിതിലേക്ക് മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് മുറിച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2-3 പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് എന്ന് പറയുന്നത് ഇവിടെ നല്ല ഫൈൻ ഗ്രൈൻഡഡ് അല്ല, ഇച്ചിരി കോഴ്സ് ഗ്രൗണ്ടഡ് വെച്ചാൽ നല്ല ഇത്തിരി തരിതരിയായിട്ടുള്ള രീതിയിലുള്ള കുരുമുളകില്ലേ, അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ പച്ചമുളകിൻ്റെ ടേസ്റ്റാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം, അതോ കുരുമുളകിൻ്റെ ടേസ്റ്റാണോ, അതിനനുസരിച്ച് നമ്മുടെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതും ഒരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കാം. ഇതൊക്കെ ഏകദേശം ഒരു മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ കേട്ടോ. 1 മിനിറ്റിലെ കൂടി ഒന്ന് 2 മിനിറ്റ് അപ്പോഴത്തേന് എല്ലാം ശരിയാകും. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനില്ലേ, അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ താഴെ പാത്രത്തിൽ വന്ന് കിടപ്പുണ്ടാവും. ആ വെള്ളമൊന്നും എടുക്കണ്ട, ചിക്കൻ മാത്രം പെറുക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിൽ അടച്ചങ്ങ് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി, അപ്പോഴേ നമ്മൾ ഓഫ് ചെയ്യണം ചിക്കനെ. ഇപ്പോൾ ഒരു വിസിൽ അടിച്ചു. ഇനി നമ്മളത് ആവി പോകാൻ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നോക്കിയേ, ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മല്ലി ഇലയും പുതിന ഇലയും കൂടെയൊക്കെ ഒന്ന് ഇടാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറില്ലേ, പകുതി വേവായ ചോറാണ് നമ്മൾ വെച്ചേക്കുന്നത്, ആ ചോറ് ഇതിൻ്റെ അകത്തോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അഡീഷണലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന കുങ്കുമപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇത്തിരി പാലിൽ അലിപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഇത്ര കളറിനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ നോക്കിയിട്ട് കണ്ടുമില്ല, ഫുഡ് കളർ എൻ്റെ കയ്യിൽ ഇല്ലതാനും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അവസാനം ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാവോ, ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടി പാലിൻ്റെ അകത്ത് കലക്കി 2-3 ഡോട്ടായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങളിത് വീഡിയോ മുന്നിലോട്ട് കാണുമ്പോൾ കാണാം. ഏറ്റവും അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഈ ചോറിട്ട ശേഷം അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ആ ചുവന്ന കളറിലിരിക്കുന്നത്, ഫുഡ് കളറല്ല. ഫുഡ് കളർ ഞാൻ യൂസ് ചെയ്യാറില്ല, എൻ്റെ ഇതില്ല താനും. അപ്പോൾ ഇതാണ് ചോറ്. കണ്ടോ, ചോറ് ഇച്ചിരി കട്ട കെട്ടിയ പോലെ തോന്നും. കാരണം നമ്മൾ റൈസ് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ ഒട്ടും കട്ടയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന കൈ വെച്ചിപ്പോൾ എടുത്തിടുവാണെങ്കിൽ അത്രയും പൊടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ തവിയൊക്കെ വെച്ചിടുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഒന്ന് നിരത്തിയിട്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കളറുള്ളവർ ഫുഡ് കളറോ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഉള്ളവർ കുങ്കുമപ്പൂവോ, ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടിയാണെങ്കിൽ ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുത്താൽ കളർ ഇച്ചിരി നല്ല രസത്തിൽ കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. ഇനി നമ്മളൊരു 25 മിനിറ്റത്തേക്ക് നമ്മൾ ഈ കുക്കർ തുറക്കുകയില്ല, ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മളങ്ങ് കുക്കർ അടച്ച് വെക്കുക ചെയ്യുന്നത്. ആ തീയിലിരുന്ന് ആ ചിക്കനും ചോറും കൂടെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരും. ആ സമയം നമുക്ക് പൊട്ടിച്ച് ഉപയോഗിക്കാം. ഇനി ഇതിന് മുമ്പായിട്ട് നെയ്യ് വേണ്ടവരെ നെയ്യും ചേർക്കാം. ഞാനിതാ നെയ്യും ചേർത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഈ ചോറിൻ്റെ മുകളിലേക്ക് ഞാൻ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആകെപ്പാടെ കണ്ടോ, ഇതിൻ്റെ അത് നെയ്യ് ചേർത്തേക്കുന്ന ഞാൻ ആകെപ്പാടെ മുകളിലിടുന്ന ആ നെയ്യ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അധികം നെയ്യൊന്നുമില്ല, ശകലം എണ്ണയും ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ ആ ചിക്കൻ മുന്നേ വേവിക്കുന്നതിന് മുമ്പ് ആ സവാള വഴറ്റാനുള്ള ഉപയോഗിച്ച എണ്ണയില്ലേ, അത്ര എണ്ണയെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത്ര എണ്ണയും ഇത്രയും നെയ്യേ ഉപയോഗിക്കുന്നുള്ളൂ ഈ ബിരിയാണിക്കകത്ത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അധികം നേരവും വേണ്ടിയത് ഉണ്ടാക്കാൻ, ഭയങ്കര ഈസിയാണ്. മസാലയ്ക്ക് ചിലർക്കൊക്കെ ഈ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടേ ഈ മസാലയൊക്കെ ഇങ്ങനെ തികട്ടി വരുന്ന പ്രശ്നമുള്ളവരൊക്കെ ഇല്ലേ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ റിഫ്ലക്സ് ഒക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ഇത്. ഒരു തരത്തിലുള്ള റിഫ്ലക്സും ഉണ്ടാകുകയില്ല, മസാലയുടെ ഒരു കുത്തുമില്ല. നമ്മൾ മസാലയെ ആഡ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടൊരു മസാലയുടെ ഒരു കുത്തുമില്ല. നല്ല ടേസ്റ്റിയാണ്, യമ്മിയാണ്. ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലറായിട്ട് താമസിക്കുന്നവരാണെങ്കിലും അവർക്കാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഉരുളി എടുത്തിട്ട് അതിലേക്ക് കമത്തുക ചെയ്യുന്നത്. ഇത് കമത്തി കഴിയുമ്പം റൈസ് അടിയിലും ചിക്കൻ മുകളിലുമായിട്ട് വരും. അങ്ങനെ നമുക്ക് ചിക്കനെ വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് റൈസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ചിക്കനും റൈസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പി എടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഇന്ന് ഉടഞ്ഞു പോവുകയില്ല ചിക്കൻ. ആ ചിക്കൻ്റെ മേൽഭാഗം നമുക്കിങ്ങനെ അങ്ങ് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. സോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം ചിക്കനും കുക്കായിട്ടുണ്ട്, റൈസും കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാലഡോ ഇനി ഡേറ്റ്സ് പിക്കിളോ മുട്ടയോ എന്ത് അഡീഷണലായിട്ട് പ്രോട്ടീൻ വേണ്ടവർക്ക് മുട്ട ചേർക്കാം. ഇതെന്ത് കൂട്ടിയും നമുക്ക് കഴിക്കാൻ പറ്റും. ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ റിലേറ്റീവ്സിലോ ഒക്കെ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരേക്കും ബൈ.